ഹായ് ഫ്രണ്ട്സ്, ഗേൾസ് പി എസ് സിയുടെ എക്സാം ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എന്ത് പഠിക്കണമെന്ന് അറിയാതെ എല്ലാ ബുക്കും വാരിയിട്ട് പഠിക്കുന്നതാണ്. എനിക്ക് എക്സാം ഡേ ആകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അയ്യോ ഇന്നത് പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ബുക്കും അങ്ങനെ തുറന്ന് വെച്ച് എല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിൽ പഠിച്ചിട്ട് പോയതാണ്. പിന്നെ ഉച്ചയ്ക്കായതുകൊണ്ട് എക്സാം വീട്ടിനടുത്താണ് എക്സാം, അതുകൊണ്ട് ചോറൊക്കെ കഴിച്ചിട്ട് പതുക്കെ അങ്ങ് നടന്നിട്ടാണ് പോയത്. പണ്ടൊക്കെ ബുക്കില്ലാതെ ഞാൻ എക്സാം ഹാളിലേ പോകാറില്ലായിരുന്നു. ഇപ്പോൾ ഒരു ബുക്കും എടുക്കാറില്ല, ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. പിന്നെ ഒരു ഹെഡ്സെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നേരം ക്ലാസ്സൊക്കെ കേൾക്കാമല്ലോ. ഒരു 12:30 ആയപ്പോഴത്തേക്കും ക്ലാസ്സിലെത്തി കേട്ടോ. അതിനുശേഷം കുറച്ച് കറണ്ട് അഫയേഴ്സൊക്കെ നോക്കി. കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നോക്കിയത് അവിടെ ചെന്നിട്ട്. എങ്കിലും അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് ഒന്ന് വേറെ തന്നെ കേട്ടോ. എക്സാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മെയിൻ എയിം ആയിരുന്നത് ഈ ഒരു ഷോപ്പിംഗ് മാളിൽ കയറുക എന്നതാണ്. സ്കൂളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇവിടെ അങ്ങനെ കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടത്തില്ല. അതുകൊണ്ട് മാത്രം ഞാൻ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കയറി. ഒന്നും വാങ്ങിയിട്ടില്ല, എങ്കിലും മാളിലൊക്കെ കയറി കാണുമ്പോൾ ഒരു സന്തോഷം. ഇന്നുണ്ടല്ലോ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ എല്ലാ കുട്ടികളും പറയുമായിരുന്നു ഇന്നത്തെ എക്സാമിന് എന്തായാലും കട്ട് ഓഫ് 80 എബോവ് 90 എബോവ് ഒക്കെ വരുമെന്ന്. അത് കേട്ടപ്പോഴേ ഭയങ്കര ടെൻഷനായിരുന്നേ. എന്തായാലും ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ സിമ്പിളായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ അത്രയൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. 80 എബോവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. എന്തായാലും മാളിലൊക്കെ കയറിയപ്പോൾ ആ കുറച്ച് ടെൻഷനൊക്കെ കുറഞ്ഞായിരുന്നേ. പിന്നെ ഇന്നത്തെ എക്സാം വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജില്ല തിരഞ്ഞെടുക്കാതെ ആലപ്പുഴ തിരഞ്ഞെടുത്ത് എഴുതാൻ പോയത്. ഇന്നത്തെ ലാബ് അസിസ്റ്റൻറ്റ് ഞാൻ സെലക്ട് ചെയ്തത് ആലപ്പുഴയായിരുന്നു. സാധാരണ ഏത് എക്സാം വന്നാലും ട്രിവാൻഡ്രം അല്ലാതെ ഓപ്റ്റ് ചെയ്യാറേ ഇല്ല. എന്തായാലും മാളിലൊക്കെ കയറിയതിന് ശേഷം വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് പറയാം. ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിളായിരുന്നേ. മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ കുറച്ച് സിമ്പിളായിരുന്നു. പക്ഷേ കറണ്ട് അഫയേഴ്സ് എനിക്ക് കുറച്ച് എന്നെ വലിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം കൺഫ്യൂസിങ് ആയിരുന്നു. ഏകദേശം ആ ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് വരെ പഠിച്ചിട്ടുണ്ടായിരിക്കും, തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും പഠിക്കാത്തത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോബൽ സമ്മാനത്തിൻ്റെ ഈ കെമിസ്ട്രിന്നൊക്കെ ആർക്കൊക്കെയാണ് കിട്ടിയെന്നറിയാം, പക്ഷേ ഇന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ കുമുദി രജനീകാന്ത് ഏത് ഫീൽഡിലാണെന്ന് ചോദിച്ചു. എനിക്ക് വലിയ കൺഫ്യൂഷനായിരുന്നു അവിടെ ഇരുന്ന്. അപ്പോൾ അതും ഒക്കെ കുറച്ച് വലിപ്പിച്ചു. പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതും കുറച്ച് ടഫായിരുന്നു. എങ്കിലും ഓവറാൾ എക്സാം നോക്കിയാൽ സിമ്പിളായിരുന്നു കേട്ടോ. പക്ഷേ കട്ട് ഓഫ് നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇതിലൊക്കെ സെലക്ട് ആയിട്ടുള്ളത്. OAക്ക് എഴുതി നല്ല തെളിഞ്ഞ പിള്ളേരായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് കൂടാനായിരിക്കും ചാൻസ്. പിന്നെ ഞാൻ ഇന്നൊരു മണ്ടത്തരം കാണിച്ചു കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ അറിയാമിരുന്നിട്ട് ഞാൻ അതിനെ തെറ്റിച്ചു. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യനാണ് തെറ്റിച്ചത്. നമ്മുടെ കൂണിക്കൾച്ചർ എന്തുമായിട്ട് റിലേറ്റഡ് എന്ന് ആദ്യമേ ഉത്തരം മനസ്സിൽ വന്നതാണ് മുയൽ കൃഷിയെന്ന്. പക്ഷേ ഓപ്ഷൻ മാറി ഞാൻ തെറ്റിച്ച് പക്ഷി വളർത്തലെന്ന് എഴുതി വെച്ചു. അതാ ഏറ്റവും വലിയ സങ്കടം. എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അതങ്ങനെ മനസ്സിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സങ്കടം. പിന്നെ വന്നിട്ട് ഇന്നത്തെ എക്സാം എഴുതാൻ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഏകദേശം അരമണിക്കൂറിന് മുന്നേ ഞാൻ എക്സാമൊക്കെ എഴുതി വെച്ചിരുന്നു. ഇന്നത്തെ എക്സാമിന് നെഗറ്റീവ് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നേ. അവസാനം എണ്ണി നോക്കിയപ്പോൾ എനിക്ക് 70 അടുപ്പിച്ചിട്ടില്ല. പിന്നെ സമയമുണ്ട്. അപ്പോഴാണ് ടീച്ചർ പറയുക ഇനി അരമണിക്കൂറുണ്ടെന്ന്. അത് കേട്ടപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അയ്യോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ പേന എടുത്താൽ പിന്നെ നെഗറ്റീവിൻ്റെ പൂരായിരിക്കും. പിന്നെ അരമണിക്കൂർ കിടന്നത് കൊണ്ട് വീണ്ടും ക്വസ്റ്റ്യൻ ഓവറാളൊന്ന് ഓടിച്ച് കുറേയൊക്കെ നെഗറ്റീവാണോ ശരിയാണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ കുറേയൊക്കെ ബബിൾ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ഇതുവരെ ഞാൻ ആൻസർ കീ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.